വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാർ കാണാൻ വേണ്ടി ഇവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിരിക്കുന്നത്. കാരണം ഇതിൽ അറിയാത്ത വാഹനങ്ങൾ പോകുകയാണെന്ന് വെച്ചാൽ ആ ഡ്രൈവർമാർ കണ്ടോട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ്. ഇവിടെ ഒരു അപകടം ഉണ്ടാകാൻ പാടില്ല. ഒരു സൈഡ് പൊളിഞ്ഞ് ചാടിയ പാലത്തിൻ്റെ മുകളിൽ കൂടിയാണ് ആ സ്കൂൾ ബസ് പോണത്. ആ സ്കൂൾ ബസ്സിൽ അനേകം കുട്ടികളുണ്ട്. അതുകൊണ്ട് ആ ഡ്രൈവറോട് പറയട്ടെ ഞാൻ. ഈ പാലം കണ്ടോ? ഞാൻ മജീദാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ ഒരു ഭാഗം പൊളിഞ്ഞ് ചാടി കിടക്കുന്ന പാലത്തിൻ്റെ മുന്നിലാണ്. ഈ പാലത്തിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ആ സ്കൂൾ ബസ്സിൻ്റെ ഡ്രൈവറോട് വിളിച്ച് പറഞ്ഞു. അയാൾ മെയിനില്ലാതെ ആ കുട്ടികളെ കൂട്ടിയാണ് ആ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകുന്നത്. ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി കണ്ടില്ലേ? ഇത് കണ്ടില്ലേ? ഇതാണ് ഈ പാലം. കണ്ടില്ലേ? ഇതിങ്ങനെ പൊളിഞ്ഞ് ചാടിയിട്ട് ഏകദേശം 4 കൊല്ലമായി. ഇത് കരുവാരക്കുണ്ട് പഞ്ചായത്തിൻ്റെയും തൂർ പഞ്ചായത്തിൻ്റെയും ബോർഡറാണ്. കളിക്കുന്ന് കൊയ്ത്തക്കൊണ്ട്. ഇത് മലപ്പുറം ജില്ലയിലത്തെ സ്ഥലമാണ്. ഇന്ന് ഞാനിവിടെ വീഡിയോ എടുക്കാൻ കാരണം പറഞ്ഞാൽ ഇതിലെ സ്കൂൾ ബസ് പോകുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ കളിക്കുന്ന് ഭാഗത്തുനിന്ന് കരുവാരക്കുണ്ടേക്ക് സ്കൂൾ ബസ് പോകുന്നുണ്ട്, ചെറിയ കുട്ടികളെ കയറ്റിക്കാണ്ട്. അപ്പോൾ ആ സ്കൂൾ ബസ്സിനോടും കൂടി അതിൻ്റെ ഡ്രൈവറോട് കൂടി പറയാൻ വേണ്ടിയാണ്. അതേമാതിരി ഇതിങ്ങനെ ജനങ്ങൾക്ക് കാണിച്ച് തന്നു കഴിഞ്ഞിട്ട് ഇത് കരുവാരക്കുണ്ട് പഞ്ചായത്തും തൂർ പഞ്ചായത്തും അതേമാതിരി ഞങ്ങളെ വണ്ടൂർ MLA അനിൽകുമാർ സാറും ഇത് അറിഞ്ഞിക്കണ്. പക്ഷേ ജനങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒന്നുകൂടി ഒരു ചൂടും ചുക്കാതെ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയിൽ ഒരു പുതിയ പാലം അടുത്ത വേനൽക്കാലം ആകുമ്പോഴത്തേനും പുതിയ പാലം ഇവിടുത്തെ നാട്ടുകാർക്ക് വേണ്ടി അവർ ഉണ്ടാക്കി തരണമെന്നും കൂടി കരുതിയിട്ടാണ് ഇവിടെ ഞാൻ വീഡിയോസ് ചെയ്യാൻ കാരണം. കണ്ടില്ലേ? ഇതൊക്കെ ഒരു ഇതും കൂടെയാണ് ഈ വാഹനങ്ങൾ പോണത്. പാലത്തിൻ്റെ അവസ്ഥ ഞാൻ കരുവാരക്കുണ്ട് പഞ്ചായത്തിൽ പോയി പറഞ്ഞിക്കണ്. അതേമാതിരി നമ്മളെ MLA വണ്ടൂരിൻ്റെ MLA അനിൽകുമാർ സാറിന് ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിക്കണ്. എന്നിട്ടും ഒരു പരിഹാരമില്ലായിട്ട് ഞാൻ മലപ്പുറം ജില്ലാ കളക്ടറെ പോയിങ്ങാണ്ട് ഞാൻ അവിടെ നിവേദനം കൊടുത്തിക്കണ്. ആ നിവേദനം കൊടുത്ത ഒരു ഫോട്ടോ കൂടി ഞാൻ എടുത്തിക്കണ്. ആ ഫോട്ടോ കൂടി ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യോണ്ടോ? ഓക്കെ? കാരണം ഇവിടെ ഒരു പുതിയ പാലം വരാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ എപ്പോഴാത് ഇതിലെ ഞാൻ പറഞ്ഞില്ല ആ സ്കൂൾ ബസ്സൊക്കെ പോണതാണ്. അതേമാതിരി മരം കയറ്റിക്കാണ്ട് ലോറിയൊക്കെ അതിൻ്റെ മേൽ കൂടി പോണതാണ്. ഇത് എപ്പോഴാത് പൊളിഞ്ഞാടാന്ന് പറയാൻ പറ്റില്ല. പൊളിഞ്ഞാടി കഴിഞ്ഞാൽ ആൾക്കാർ അതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ ആകെ ഡേഞ്ചറാകാരം. അതുകൊണ്ട് മാത്രമാണ് ഇത് വീഡിയോ എടുക്കാൻ കാരണം. അപ്പോൾ ഇത് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുകൊണ്ടു. ഓക്കെ?